ഹായ് കുട്ടികളെ, ശാസ്ത്രമേള സോഷ്യൽ സയൻസ് ക്വിസിന് വേണ്ടിയിട്ടുള്ള പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 വീഡിയോ കാണാത്തവർ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതാനോ പറയാനൊക്കെ ഉള്ള സമയമുണ്ട്. 2 തവണ ഞാൻ ചോദ്യം വായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചോദ്യം 1. കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം കണ്ണൂരിലാണ് ഉണ്ടായിരുന്നത്. എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഉത്തരം അറയ്ക്കൽ. ചോദ്യം 2. നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ മൺസൂൺ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കുകിഴക്കൻ മൺസൂൺ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം തുലാവർഷം. ചോദ്യം 3. കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? കേരളവർമ്മ പഴശ്ശിരാജയെ ബ്രിട്ടീഷ് പോരാട്ടങ്ങൾക്ക് സഹായിച്ച പ്രധാന ആദിവാസി വിഭാഗം ഏതായിരുന്നു? ഉത്തരം കുറിച്യർ. ചോദ്യം 4. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉൽക്കല ബംഗ എന്ന വരിയിലെ ഉൽക്കല എന്നത് ഇന്നത്തെ ഏതു സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനത്തിലെ ദ്രാവിഡ ഉൽക്കല ബംഗ എന്ന വരിയിലെ ഉൽക്കല എന്നത് ഇന്നത്തെ ഏതു സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഒറീസ അഥവാ ഒഡീഷ. ചോദ്യം 5. കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. ചോദ്യം 6. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യക്കാർ വിശേഷിപ്പിച്ചത് എങ്ങനെയായിരുന്നു? ഉത്തരം മഹത്തായ വിപ്ലവം. ചോദ്യം 7. ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത്? ഉത്തരം ഗാന്ധിജി. ചോദ്യം 8. വരിക വരിക സഹചരെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? വരിക വരിക സഹചരെ എന്ന കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിയ ഈ വരികൾ ആരുടേതാണ്? ഉത്തരം അംശി നാരായണപിള്ള. ചോദ്യം 10. കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു? കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച മഹത് വ്യക്തി ആരായിരുന്നു? ഉത്തരം വള്ളത്തോൾ. ചോദ്യം 11. വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? വാസ്കോഡ ഗാമയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ രണ്ടാമത്തെ പോർച്ചുഗീസ് സംഘത്തെ നയിച്ചത് ആരാണ്? ഉത്തരം പെഡ്രോ അൽവാരിസ് കബ്രാൾ. ചോദ്യം 12. കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം എന്നാണ്? കിഴക്കൻ ദേശങ്ങളിലെ പോർച്ചുഗീസ് പ്രദേശങ്ങളുടെ ആദ്യത്തെ രാജ്യപ്രതിനിധിയായി ഫ്രാൻസിസ്കോ അൽമേഡ നിയമിക്കപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1505.
ചോദ്യം 13. ശങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ശങ്കരവാസ സങ്കേതങ്ങൾ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഉത്തരം അബൂബക്കർ. ചോദ്യം 14. കുഞ്ഞാലിമരക്കാരിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്? കുഞ്ഞാലിമരക്കാരിലെ എത്രാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത്? ഉത്തരം കുഞ്ഞാലി നാലാമൻ. ചോദ്യം 15. കൂനൻ കുരിശു കലാപം നടന്ന വർഷം എന്നാണ്? കൂനൻ കുരിശു കലാപം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1653. ചോദ്യം 16. ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാർ? ഏത് രാജ്യത്തെ ജനങ്ങളാണ് ഡച്ചുകാർ? ഉത്തരം നെതർലാൻഡ്. ചോദ്യം 17. രംഗ് ഭട്ട്, അപ്പു ഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ തുടങ്ങിയ പേരുകൾ ഏത് ഗ്രന്ഥത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രംഗഭട്ട്, അപ്പു ഭട്ട്, വിനായക ഭട്ട്, ഇട്ടി അച്യുതൻ തുടങ്ങിയ പേരുകൾ ഏത് ഗ്രന്ഥത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം 19. മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം 19. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം 20. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏതു ഭാഷയിലാണ്? ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയത് ഏതു ഭാഷയിലാണ്? ഉത്തരം ലാറ്റിൻ. ചോദ്യം 21. കേരളരാമം എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? കേരളരാമം എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം 22. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? ഉത്തരം 1741 ഓഗസ്റ്റ് 10. ചോദ്യം 23. ഏത് സന്ധിപ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്? ഏത് സന്ധിപ്രകാരമാണ് മൈസൂരിലെ ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്? ഉത്തരം 1792 ശ്രീരംഗപട്ടണം സന്ധി. ചോദ്യം 24. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന്? ഉത്തരം 1721. ചോദ്യം 25. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതായിരുന്നു? ഉത്തരം ആറ്റിങ്ങൽ കലാപം. ചോദ്യം 26. ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത്? ഏത് രാജാക്കന്മാരാണ് വഞ്ചി ഭൂപതി എന്നറിയപ്പെട്ടിരുന്നത്? ഉത്തരം തിരുവിതാംകൂർ. ചോദ്യം 27. 1750 ജനുവരി 3 തിരുവിതാംകൂർ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്? 1750 ജനുവരി 3 തിരുവിതാംകൂർ ചരിത്രത്തിലുള്ള പ്രാധാന്യം എന്താണ്?
ഉത്തരം മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയ ദിവസം. ചോദ്യം 28. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ്? ഉത്തരം ധർമ്മരാജ. ചോദ്യം 29. തിരുവിതാംകൂർ ദിവാനായിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? തിരുവിതാംകൂർ ദിവാനായിരുന്ന വലിയ ദിവാൻജി എന്ന് വിളിക്കപ്പെട്ട രാജാ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം കേശവൻ പിള്ള. ചോദ്യം 30. വേലുത്തമ്പി ദളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? വേലുത്തമ്പി ദളവ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? ഉത്തരം 1809 ജനുവരി 11. ചോദ്യം 31. കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതി തിരുനാൾ പുലർത്തിയ അതീവ താൽപ്പര്യം മുൻനിർത്തി അദ്ദേഹം ഏതു പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു? കലാകാരന്മാരെ ആദരിക്കുന്നതിൽ സ്വാതി തിരുനാൾ പുലർത്തിയ അതീവ താൽപ്പര്യം മുൻനിർത്തി അദ്ദേഹം ഏതു പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്നു? ഉത്തരം ദക്ഷിണരാജൻ. ചോദ്യം 32. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ഡോക്ടർ DS കോത്താരി. ചോദ്യം 33. സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവികസേനയുടെ തലവന്മാർ ആരായിരുന്നു? ഉത്തരം കുഞ്ഞാലി മരക്കാർ. ചോദ്യം 34. അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം 1439 ജോഹന്നാസ് ഗുട്ടൻബർഗ്. ചോദ്യം 35. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ. ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പാലും പാലുൽപ്പന്നങ്ങളും. ചോദ്യം 37. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ചോദ്യം 38. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം 39. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? ഉത്തരം 2ാം വട്ടമേശ സമ്മേളനം. ചോദ്യം 40. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കൃഷിക്ക് പ്രാധാന്യം നൽകിയത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കൃഷിക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ളത്? ഉത്തരം 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ചോദ്യം 41. ലോകത്തെ ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏത്? ലോകത്ത് ആദ്യമായി പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച രാജ്യം ഏത്? ഉത്തരം റഷ്യ. ചോദ്യം 42. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്?
ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ്? ഉത്തരം 1678 1703 കാലഘട്ടത്തിൽ. ചോദ്യം 43. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ആംസ്റ്റർഡാം. ചോദ്യം 44. മലയാളം ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. ചോദ്യം 45. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണർ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഗവർണർ ആരാണ്? ഉത്തരം അഡ്മിറൽ വാൻഡീറ്റ്. ചോദ്യം 46. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഉത്തരം ഇട്ടി അച്യുതൻ. ചോദ്യം 47. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഉത്തരം KS മണിലാൽ. ചോദ്യം 48. പറങ്കികൾ എന്നറിയപ്പെടുന്നത് ഏത് വിദേശീയരെയാണ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം പോർച്ചുഗീസുകാർ. ചോദ്യം 49. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ആരാണ്? ഉത്തരം വാസ്കോഡ ഗാമ. ചോദ്യം 50. വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എന്നാണ്? വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എന്നാണ്? ഉത്തരം 1498 മെയ് 20. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ്: വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? വാസ്കോഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലം ഏതാണ്? ചോദ്യം 2. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ആരാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബായ്.